ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയലുകൾ എല്ലാം തന്നെ ഒന്നിനൊന്ന് മികച്ചതായിട്ടാണ് മാറാറുള്ളത്. തുടക്കത്തിൽ ചിലപ്പോൾ പ്രേക്ഷകർക്ക് അധികമൊന്നും ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പോലും കഥ മുന്നോട്ട് വരുമ്പോൾ ആ സീരിയൽ എന്തായാലും പ്രിയപ്പെട്ടതായി മാറും എന്നതിൽ ഒട്ടും സംശയമുണ്ടാകാറില്ല. ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയൽ തുടക്കത്തിൽ പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെട്ട ഒരു സീരിയൽ തന്നെയായിരുന്നു. പിങ്കിയും ഗൗതവും തമ്മിലുള്ള പ്രണയമായിരുന്നു സീരിയലിന്റെ ആദ്യത്തെ തുടക്കം. പിന്നീട് ആ കഥയിലേക്ക് മറ്റേ രണ്ട് കഥാപാത്രങ്ങൾ കൂടി വരുന്നു, അർജുനും നന്ദയും. അതോടെ കഥ മറ്റൊരു വഴിത്തിരിവിലേക്ക് വരുന്നതാണ് നമ്മൾ കണ്ടത്. ഗൗതവും പിങ്കിയും തമ്മിൽ മനസ്സുകൊണ്ട് ഇഷ്ടത്തിലാണെങ്കിലും പിന്നീട് പിങ്കിയും അർജുനും തമ്മിലുള്ള വിവാഹം നടക്കുന്നു. അതേസമയം ഗൗതവും നന്ദയും തമ്മിലുള്ള വിവാഹവും നടക്കുന്നു. നന്ദ ഡോക്ടറാകാൻ പഠിക്കുന്ന കുട്ടിയാണ് ആ സമയത്ത്. നല്ല വിദ്യാഭ്യാസമുള്ള ആൾ തന്നെയാണ് പിങ്കി. പിങ്കിയുടെ ഭർത്താവ് അർജുൻ പട്ടാളത്തിലാണ്. പിങ്കിക്ക് ഗൗതമിനോടാണ് ഇഷ്ടമെന്ന് മനസ്സിലാക്കിയ അർജുൻ പിന്നീട് ഒളിച്ചോടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നാളുകൾക്ക് ശേഷമാണ് പിന്നീട് അർജുൻ തിരികെ വരുന്നത്. ഇതിനിടെ ഗൗതവും പിങ്കിയും വിവാഹിതരാകുന്നു. ഇവർ ഒന്നിച്ച് ജീവിതം തുടങ്ങുകയും ചെയ്യുന്നു. ഇങ്ങനെ കഥ മുന്നോട്ട് പൊക്കുകൊണ്ടിരിക്കുകയാണ്. ഒരു നെഗറ്റീവ് കഥാപാത്രമായിട്ടാണ് പിങ്കി ആ സീരിയലിൽ ഇതുവരെയും ഉണ്ടായിരുന്നത്. ഇടയ്ക്ക് വെച്ച് ആ കഥാപാത്രം മാറുകയും ചെയ്തു. ഗൗതവും നന്ദയും തമ്മിലുള്ള വിവാഹബന്ധം അല്ലെങ്കിൽ ആ സ്നേഹം ഇല്ലാതാക്കാൻ ശ്രമിച്ച് എങ്ങനെയെങ്കിലും ഗൗതത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് പിങ്കി സീരിയലിൽ ഉടനീളം ഉണ്ടായിരുന്നത്, ആ വീട്ടുകാരുടെ വെറുപ്പ് മുഴുവൻ സമ്പാദിച്ചുകൊണ്ട്. എന്നാൽ ഒരു സമയത്തിന് ശേഷം അർജുൻ മടങ്ങി വരുന്നതും പിങ്കിയും അർജുനുമായി അടുക്കുന്നതും ഇവർ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നതും ഒക്കെയാണ് കാണുന്നത്. പിന്നീട് നന്ദ ഗർഭിണിയാകുന്നു. ആ സമയത്ത് അർജുൻ നന്ദയുടെ കാരണത്താൽ അല്ലെങ്കിൽ നന്ദയെ പ്രൊട്ടക്ട് ചെയ്യാൻ പോയ അർജുൻ മരണപ്പെടുന്നു. പിങ്കിയും അർജുനും തമ്മിൽ ഏറ്റവും സ്നേഹത്തിലിരിക്കുന്ന സമയത്താണ് അർജുൻ മരണപ്പെടുന്നത്. അതിനുശേഷം അപ്പോൾ എല്ലാവരും അർജുനെ മരണപ്പെടുത്തരുത് അല്ലെങ്കിൽ അർജുൻ എന്ന കഥാപാത്രത്തെ ഇല്ലാതാക്കരുത് എന്ന് പ്രേക്ഷകർ എല്ലാവരും ആവശ്യപ്പെട്ടു. എന്നാൽ അർജുന്റെ മരണത്തോടെ കഥ വീണ്ടും ട്വിസ്റ്റായി. അതുവരെയും പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് നല്ല രീതിക്കാണ് ഇവരുടെ എല്ലാവരുടെയും പ്രണയകഥയ്ക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പെട്ടെന്ന് ആ കഥയ്ക്കൊരു അന്ത്യം വന്നു. അർജുൻ മരണപ്പെട്ടപ്പോൾ പിങ്കി ഒറ്റയ്ക്കാവുകയും കരയുകയും അലറി വിളിക്കുകയും ഒക്കെ ചെയ്തു. ആ ദേഷ്യം മുഴുവൻ അങ്ങനെ പിങ്കിക്ക് നന്ദിയോട് ഉണ്ടായി. പിന്നെയും പിങ്കി ഗൗതത്തെ സ്വന്തമാക്കാൻ നടക്കുന്നതാണ് കാണുന്നത്. ഇതിനിടെ മറ്റു പല സംഭവങ്ങളും ഉണ്ടാകുന്നു. നന്ദയുടെ ഗർഭം അബോർഷൻ ആകുന്നു. അതിനുശേഷം നന്ദയ്ക്ക് ഗർഭിണിയാകാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുന്നു. ആ സമയത്ത് ഗൗതത്തിന്റെ കുഞ്ഞിനെ സ്വീകരിക്കാൻ പിങ്കി തയ്യാറാകുന്നു. അങ്ങനെ പിങ്കി ഗർഭിണിയാകുന്നു. ആ കുഞ്ഞിനെ നന്ദ വേണമെന്ന് പറയുന്നു. അതിന്റെ പേരിലുള്ള തർക്കങ്ങളൊക്കെയാണ്. അപ്പോഴത്തേക്കും സീരിയൽ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ബോറടിച്ചു തുടങ്ങി. ഇത് എന്തൊരു കഥയാണ് എന്ന് പ്രേക്ഷകർ ചോദിക്കാൻ തുടങ്ങിയിരുന്നു. പിന്നീട് പെട്ടെന്നൊരു ദിവസം ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ പിങ്കി ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വീട് വിടുന്നതുമാണ് കാണുന്നത്. അങ്ങനെ പിങ്കിയെ ശരിക്കും പറഞ്ഞാൽ ഗൗതം തന്നെ പൊക്കോളൂ, വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോളൂ എന്ന ഈ രീതിയിൽ തന്നെ പറഞ്ഞിട്ടാണ് പിങ്കി ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എന്നാൽ പിങ്കിക്ക് പോകുന്ന വഴിക്ക് പിങ്കി സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെടുന്നു എന്ന വാർത്ത കേൾക്കുന്നുണ്ട്. പിങ്കിയും കുഞ്ഞും മരിച്ചു എന്നാണ് പിന്നീട് അറിയുന്നത്. എന്നാൽ പിന്നെ കുറേ നാളുകൾക്ക് ശേഷമുള്ള വർഷങ്ങൾക്ക് ശേഷം ഈ കുട്ടികൾ വലുതായ ഒരു കഥയാണ് ഇപ്പോൾ സീരിയലിൽ പറയുന്നത്. ആ കഥയിൽ പിങ്കിയും ഗൗതവും ഭാര്യയും ഭർത്താവുമാണ്. ഇവർക്കൊരു മകനുണ്ട്, നന്ദൂട്ടൻ. അതേസമയം നന്ദ വേറൊരു കുഞ്ഞുമുത്ത്, തൻ്റെ മകളായിട്ടുള്ള ഒരു കുഞ്ഞുമുത്ത് ശാന്തിപുരം എന്നൊരു സ്ഥലത്ത് ഡോക്ടറായിട്ട് ജീവിക്കുകയാണ് മകൾക്കൊപ്പം. അങ്ങനെയാണ് ഇപ്പോഴത്തെ കഥ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതെന്തൊരു കഥയാണ് റൈറ്ററെ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. കാരണം ആദ്യം പിങ്കിയും ഗൗതവും തമ്മിലുള്ള ഇഷ്ടം, പിന്നീട് അതിനിടയ്ക്ക് വേറെ രണ്ടുപേർ വരുന്നു. പിങ്കി അർജുനുമായിട്ട് പ്രേമത്തിലാകുന്നു, ഇഷ്ടത്തിലാകുന്നു, ഒന്നിച്ച് ജീവിക്കുന്നു. ആ ജീവിതം അർജുൻ മരിച്ചതോടെ പിങ്കി വീണ്ടും ഗൗതത്തിനടുത്തേക്ക് പോകുന്നു. അതിനുശേഷം പിങ്കി ഗർഭിണിയാകുന്നു. നന്ദ പോയതോടെ ഗൗതം പിങ്കിയുടെ അടുത്തോട്ട് പോകുന്നു. ഇവരൊന്നിച്ച് ജീവിക്കുന്നു. പിങ്കി വേറൊരു സ്ഥലത്ത് മകൾക്കൊപ്പം. ഈ കുട്ടി ആരുടേതാണെന്ന് അറിയില്ല. എന്ന് പറഞ്ഞാൽ നന്ദ ഗർഭിണിയായിരുന്നോ, അല്ലെങ്കിൽ ആ പെൺകുട്ടി ഏതാണ് ആ കുട്ടി? കാരണം ഇവർക്ക് പിങ്കി പ്രസവിച്ചത് ആൺകുട്ടിയാണ്. മറ്റേ കുട്ടി ഏതാണ് എന്നെല്ലാവരും ചോദിക്കുന്നു. ഇത് എന്ത് കഥയാണ് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. കാരണം കൃത്യമായൊരു കഥയില്ല, നല്ലൊരു കഥാതന്തു ഇല്ല. എന്തൊരു കഥയാണ് ഈ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയൽ എങ്ങനെ നശിപ്പിക്കേണ്ടായിരുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത്.